നമസ്തേ. കുടുംബത്തിൻ്റെ മേൽക്കുമേലുള്ള ശ്രേയസ്സിന് വേണ്ടി നിരന്തരമായി അധ്വാനിക്കുകയും ആ അധ്വാനത്തിൽ ഒരിക്കലും കൈ തളരാതിരിക്കുകയും ചെയ്യുക എന്ന സമർപ്പണ ബുദ്ധിയോടെ വലുതായ മേന്മ വേറെ ഒന്നും ഇല്ല. നന്മ തിന്മകൾ, കാര്യകാര്യങ്ങൾ, ലാഭനഷ്ടങ്ങൾ എന്നിവയിൽ ധർമാധർമ്മങ്ങൾ അറിവുണ്ടാവുക, ആ അറിവിനൊത്ത അക്ഷീണം പ്രവർത്തിക്കുക, ആ പ്രവർത്തനത്തിൽ സന്നദ്ധരാവുക, ഇത് രണ്ടുമായാൽ അവൻ്റെ കുടുംബം മേൽക്കുമേൽ ശ്രേയസ്സാർജിക്കും. സ്വന്തം കുടുംബത്തിൻ്റെ ഐശ്വര്യാഭിവൃദ്ധിക്കായി അക്ഷീണം പ്രവർത്തിക്കുന്നവരായ കുടുംബസ്നേഹികൾക്ക് വിജയവീതി തെളിയിക്കുവാൻ ദൈവം തന്നെ കച്ചകെട്ടി മുന്നിട്ടിറങ്ങും. അവർക്ക് അത്രത്തോളം ഈശ്വരാധീനം ഉണ്ടാവും. തൻ്റെ കുടുംബത്തിൻ്റെ മേന്മ, ആ മേന്മയാണ് അത് പോകാതെ അക്ഷീണയത്നത്താൽ നിരന്തരം സമുന്നതിയിലേക്ക് നയിക്കുന്ന സമർപ്പിത ചിത്തന്മാർക്ക് സമസ്ത വിജയങ്ങളും സ്വമേധയാ വന്നു ചേരും. ഈശ്വരൻ സദാസമയവും അവരോടൊപ്പം തന്നെ ഉണ്ടാവും. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് എന്ന ബോധം എപ്പോഴും അവനിലുണ്ടാവും. അതിൻ്റെ ഗുണവും അവരിലുണ്ടാവും. ഏത് നഷ്ടവും ഏത് ദുഃഖവും അവർ സന്തോഷത്തോടെ കൈനീട്ടി സ്വീകരിക്കും. സ്വന്തം കുടുംബത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഭാരവുമെല്ലാം അതിൻ്റെ മൊത്തത്തിലുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി സ്വയം താങ്ങുന്നവൻ ആരാണ്, അതെല്ലാം ആത്മാർത്ഥമായി പരിഹരിക്കാൻ ബന്ധപ്പെടുന്നവൻ്റെ ദേഹം എന്നും അസ്വസ്ഥമായിരിക്കും. എങ്കിലും കർത്തവ്യങ്ങൾ ഭംഗിയായി അനുഷ്ഠിക്കാൻ കഴിയുന്നതിലൂടെ ചാരിതാർത്ഥ്യം അയാളെ സദാ മുന്നോട്ട് നയിക്കും. കുടുംബത്തിന് ഉന്നതി ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ സമയവും കാലാവസ്ഥയും ശുഭമുഹൂർത്തവും ഒന്നും നോക്കി കാത്തിരിക്കേണ്ടതില്ല. ഒരവസരം നഷ്ടമായാൽ അത് നഷ്ടം തന്നെയാണ്. എന്തും പിന്നീടാവട്ടെ എന്ന് കരുതി മാറ്റിവെക്കുന്ന അലസത അത് നന്നല്ല. പലരും അങ്ങനെയാണ്. യാത്ര പോകാൻ ഒരുങ്ങുകയാണ്, പലതും പെട്ടിയിൽ എടുത്തു വെക്കുന്നുമുണ്ട്. അപ്പോഴാണ് ഓർമ്മ വന്നത് ബ്രഷും പേസ്റ്റും എടുത്തു വെച്ചിട്ടില്ല എന്ന്. ഇപ്പോൾ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്, ആ എടുത്തു വെക്കാമെന്നുള്ള വിചാരിച്ച് അത് മാറ്റി വെച്ചു. കുറച്ച് കഴിഞ്ഞ് വണ്ടി വന്നു. എല്ലാവരും യാത്രക്കൊരുങ്ങി പെട്ടിയും എടുത്ത് ഇദ്ദേഹവും ഇറങ്ങി. റൂമിലെത്തി. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു, ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാൻ നോക്കുമ്പോഴാണ് ബ്രഷും പേസ്റ്റും കാണുന്നില്ല എന്ന് മനസ്സിലായി. അത് എടുത്തിട്ടില്ല എന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഇതൊരു സംഭവം മാത്രം, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്.
പിന്നെയാവട്ടെ എന്ന് ചിന്തിച്ച് അത് മറന്നു പോകുന്നത് കുട്ടിക്കാലം തൊട്ടേ നമുക്കുള്ള ശീലമാണ്. ഉണ്ടാവണം. വീട്ടിലെ തലമൂത്ത കാരണവർ നമ്മുടെ പല നല്ല കാര്യങ്ങളും പറഞ്ഞു തരും. ഒരു വീഴ്ചയും വരുത്താതെ അത് ശിരസ്സ വഹിക്കണം. എല്ലാ കുടുംബത്തിലും നല്ലതു പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നു പണ്ട്. യുദ്ധക്കളത്തിൽ ഒട്ടനവധി യോദ്ധാക്കൾ ഇറങ്ങുന്നുണ്ടെങ്കിലും പ്രധാന ചുമതല വഹിക്കുന്ന മഹാരഥന്മാരെ പോലെ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നവർ പലരുമുണ്ടാകും. അതിൻ്റെയൊക്കെ ഭാരം ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കാൻ കർമ്മശേഷിയുള്ള ഒരാളുണ്ടാകും. എങ്കിലേ അത് എവിടെയും തട്ടാതെ ഉലയാതെ മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഭയവും ഭക്തിയും ബഹുമാനവും നിറഞ്ഞ തലമുറകൾ ആ കാരണവരെ വണങ്ങി മാത്രമേ വീടിന് പുറത്തേക്ക് പോവുകയുണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങനെ ഒരു കാലം നാം പ്രതീക്ഷിക്കണം. എപ്പോൾ വരാനാണ്? ഒരു കാരണവർ കുടുംബത്തിലുണ്ടാവുക. കാരണവർ എന്ന് പറഞ്ഞാൽ കാര്യത്തെ അറിയുന്നവർ എന്നാണ്. ആ കാരണവർ നമ്മളെ മുന്നോട്ട് നയിക്കാൻ വീട്ടിലുണ്ടാവണം. ഇന്ന് കാരണവരില്ലാത്ത കുടുംബങ്ങളാണ്. എല്ലാം അണുകുടുംബങ്ങളിലേക്ക് ചുരുങ്ങി. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ.